പുലർച്ചെ ഒരു സംഘം പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊടും ഭീകരനാണോ? യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് ആക്രമണ കേസിൽ ഒരു നോട്ടീസ് നൽകി പോലീസിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവുന്നതാണ്. വേണമെങ്കിൽ അറസ്റ്റും ചെയ്യാം. പക്ഷെ എന്തിനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ നാടകീയ നീക്കമുണ്ടായത്? ഇതാരുടെ തിരക്കഥയാണ്? ഡിസംബർ 20 രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവാണ് ഒന്നാം പ്രതി. MLA-മാരായ ഷാഫി പറമ്പിലും M. വിൻസെന്റും 2ഉം 3ഉം പ്രതികളാണ്. ഇതിനിടെയാണ് 4ാം പ്രതിയായ രാഹുലിനെതിരായ പോലീസ് നടപടി. ഒടുവിൽ 14 ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡും ചെയ്തു. അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് രാവിലെ ഉണ്ടായത്. പുലർച്ചെ 5 മണിയോടെ അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടും കുറ്റവാളികളെ പിടികൂടുന്ന തരത്തിലുള്ള അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ഞങ്ങളെ ഭയപ്പെടുത്താന്ന് വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് എരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറുമല്ലോ, അത് പേടിച്ചിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1/4 നൂറ്റാണ്ട് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത്. 10:30 കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. നോട്ടീസ് നൽകാതെയാണ് അറസ്റ്റെന്ന ആരോപണവും കോൺഗ്രസ് നേതാക്കൾ ഉയർത്തി. നടപടികൾ പൂർത്തിയാക്കി വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിലേക്ക്. അവിടെ പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോടതി മുറിയിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവും തമ്മിൽ കടുത്ത വാദപ്രതിവാദം നടന്നു. അക്രമത്തിന് പ്രേരിപ്പിച്ചത് രാഹുലെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പോലീസുകാരെ മർദ്ദിച്ചപ്പോഴും പൊതുമുതൽ നശിപ്പിച്ചപ്പോഴും പ്രവർത്തകരെ രാഹുൽ തടഞ്ഞില്ല. ഈ കേസിന്റെ സമരത്തിന് നേതൃത്വം നൽകിയത് ഈ 4ാം പ്രതിയായിട്ടുള്ള KSUവിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം സമരത്തിൽ പങ്കെടുത്ത പ്രതികളെ, അക്രമം കാണിച്ച പ്രതികളായ യൂത്ത് കോൺഗ്രസുകാരെ ആരെയും തന്നെ ആ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു ശ്രമവും നടത്തിയിരുന്നില്ല. ഭരണകൂട ഭീകരതയാണ് അറസ്റ്റിന് പിന്നിലെന്ന് പ്രതിഭാഗം വാദിച്ചു. രാഹുൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിന് തെളിവില്ലെന്ന വാദവും നിരത്തി. പ്രതിഷേധം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കണക്കാക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതിന്റെ ഒരു ബഹിർസ്ഫുരണങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നിയമപരമായി എല്ലാ രീതിയിലും നേരിടാനുള്ള ഈ സംഘടന പ്രാപ്തരാണ്, നേരിടുക തന്നെ ചെയ്യും. സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ രാഹുൽ മർദ്ദിച്ചുവെന്ന് ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. പ്രതിഭാഗം രാഹുലിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ചൂണ്ടിക്കാട്ടി. രാഹുലിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ കോടതി ഉത്തരവ്. ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നായിരുന്നു പരിശോധനാ ഫലം. ഇതോടെ പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച് കോടതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പല